ഇവിടെ പള്ളിയിൽ ആരും മൂടി പൊതിച്ച് കിടക്കണ്ടല്ലോ എന്നുള്ളൊരു ഡയലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും, ഏത് സിനിമയിലാന്നുള്ളത് ഗസ് ചെയ്യട്ടോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗില് കുറച്ചുകൂടി കഴിയുമ്പോ നമ്മുടെ പാറുട്ടീനെ വേറൊരു മുഖം കാണാട്ടോ. വേറൊരു മുഖം മീൻസ് വേറൊരു രൂപം കാണാം. നമ്മുടെ പാറുട്ടിയുടെ തല നമ്മൾ മൊട്ടടിക്കാൻ കൊണ്ടുപോവാണ്. അപ്പൊ നമ്മളിന്ന് ഒരു വ്യാഴാഴ്ചയാണ്. അപ്പൊ നമ്മളിപ്പോ നേരെ ടിപ്പുവിനെ ബോർഡിങ്ങിലാക്കിയിട്ട് നമ്മൾ അന്തിക്കാട് പോകുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ചേട്ടന്റെ വീട്ടുകാരുണ്ട്. എന്റെ വീട്ടില് അമ്മയ്ക്ക് ജോലിയുള്ള കാരണം അവര് വരുന്നില്ല. പിന്നെ അപ്പച്ചൻ തന്നെ അങ്ങനെ വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ വീട്ടുകാരില്ല, ചേട്ടന്റെ വീട്ടുകാരുണ്ട്, നമ്മളുണ്ട്. അങ്ങനെ നമ്മൾ നാളെ പുലർച്ചെയാണ് നമ്മൾ പോണത്. അപ്പൊ എവിടേക്കാ പോണെന്നുള്ളത് നമുക്ക് നാളെ പറയാം കേട്ടോ. മുട്ടടിക്കാന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മള് നാളെ വരില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ നമ്മുടെ ബേബി ഇതേ ഉറങ്ങാണ്, പാറുക്കുട്ടി. അമ്മുക്കുട്ടി ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്. ചേട്ടന്റെ അമ്മുക്കുട്ടിയുടെ കറുകുറുന്ന് വെക്കുന്നുണ്ട്. ചേട്ടൻ അവിടെ വണ്ടി ഓടിച്ച് ചുമച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്. ടിപ്പു ചേട്ടൻ ബാക്കിലുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ പോണത് ടിപ്പുവിന് ബോർഡിങ്ങിലാക്കാൻ. എന്നിട്ട് അവിടെ നമ്മൾ നേരെ അന്തിക്കാട് പോകണം. പിന്നെ നമ്മള് വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറയാട്ടാ. അങ്ങനെ ഞങ്ങൾ ടിപ്പുവിനെ അവിടെ ബോർഡിങ്ങിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾ പിന്നെ വൈകുന്നേരമായിട്ട് എത്തിയപ്പോൾ അപ്പോൾ അമ്മതേ ചോറ് എല്ലാവർക്കും വിളമ്പാണ്. നമ്മള് മുട്ടടിക്കാൻ വേണ്ടി പോണ കാരണം നോൺ വെജ് ഒന്നും മേടിച്ചില്ല കേട്ടോ. അപ്പോൾ സാമ്പാറും ചോറും പപ്പടം അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ ചേട്ടൻ്റെ 1-2 ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നെ ചേട്ടനില്ല ചേട്ടനൊക്കെ. അപ്പോൾ നമ്മുടെ പാറുട്ടി ഇതേ പാപ്പൻ്റെ തലേരെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ പുലർച്ചെയാണ് ഇറങ്ങാൻ പോണേ കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പൊ ഞങ്ങള് ഉറങ്ങാൻ പോവാണ്. ഉറങ്ങാനൊന്നും ഉറങ്ങൊന്നുമില്ല, ജസ്റ്റ് കിടക്കണു. ഉണ്ണീനെ ഉറക്കണം. 2 മണി, പുലർച്ചെ 2 മണിയാകുമ്പോ വണ്ടി വരും. അപ്പൊ നമ്മള് ഡ്രസ്സിന് മുന്നേ ഡ്രസ്സ് മാറി നിക്കണം. ഞങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവാ. അപ്പൊ ഉറങ്ങുന്നു തോന്നുന്നില്ല. അമ്മേ പാല് കുടിക്കണം എന്നാണ് നെഞ്ചത്തടിക്കണത്. അമ്മ തരാട്ടാ. അപ്പൊ നമുക്ക് ഇനി നാളെ കാണാം. അങ്ങനെ സത്യം പറഞ്ഞാൽ ശരിക്കും ഉറക്കം വന്നില്ല. നമുക്ക് ഇങ്ങനെ എവിടേക്കൊക്കെ പോവാന്ന് പറയുമ്പോൾ ഉറക്കം വരില്ല. പ്രത്യേകിച്ച് 2 മണിയാകുമ്പോൾ ഇറങ്ങണം എന്നാണ് പറഞ്ഞിരുന്നത് പുലർച്ചെ. കാരണം നമ്മൾ അവിടെ തൈപ്പൂയൊക്കെ വരല്ലേ മുട്ടടിക്കുന്നിടത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ തിരക്ക് വരുന്ന കാരണം നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴേക്കും അവിടെ എത്തും. അപ്പൊ നമുക്ക് വേഗം പോയി പരിപാടി കഴിച്ചിട്ട് തൊഴുതിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളിതേ ഇറങ്ങിട്ടോ. അങ്ങനെ ഞങ്ങള് ഏകദേശം ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അതിന്റെ ഇടയിൽ കോഫി കുടിച്ചിട്ട് എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഇത് എത്താറായി. അപ്പൊ ഞങ്ങള് നോക്കുമ്പോൾ കാറിൽ നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങാം. പിന്നെ നമ്മളൊരു 7 സീറ്ററിന്റെ വണ്ടിയാണ് വിളിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഡ്രൈവറിനെ കൂടെ കൂട്ടിനായിരുന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് ഫ്രീ ആവില്ല. എന്തായാലും നമ്മൾ വണ്ടി വിളിക്കണം. അപ്പൊ ഡ്രൈവറിനെയും കൂടി വിളിച്ചിരുന്നു. അങ്ങനെ ദേ നമ്മള് കുറെ എല്ലാവരും ഉറങ്ങാണ്. ഞാനൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞു കേട്ടോ. കാരണം ഇത്രയും ദൂരം ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറക്കം കഴിഞ്ഞു. പിന്നെ പാറുട്ടി ചേട്ടന്റെ മടിയിലിരുന്ന് ഉറങ്ങണം. അതാണ് ഞാൻ ഫ്രീ ആയിട്ടിരിക്കണേ. അങ്ങനെ അപ്പൊ നമ്മള് ഇനി നേരെ അവിടെയാണ് കേട്ടോ പോണത്. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓൾറെഡി ഞാൻ പറയാൻ തന്നെ അറിയാം. നമ്മൾ പഴനിയിലാണ്. അപ്പൊ അതേ പാറുട്ടീനെ നമ്മൾ ചേട്ടന്റെ മടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് അതേ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്, ഹെയർ എടുക്കുന്നുണ്ട്. അപ്പൊ ഹെയർ എടുക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ഒരു എടുക്കണ മുടി ഞാൻ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാറ്റി വെച്ചു. പിന്നെ പാറുട്ടി ഇത് പുതിയ സ്ഥലമായതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ആൾക്ക് മനസ്സിലായിട്ടുള്ള സംഗതി എന്താണ്. പിന്നെ നമ്മുടെ അമ്മൂട്ടീനെ ഞാൻ തലമുട്ടടിച്ചിട്ടുള്ളത് വേളാങ്കണ്ണിയിലാട്ടോ. അതെന്റെ ഫസ്റ്റത്തെ ഡെലിവറി. എനിക്ക് ഭയങ്കര പേടി. നമുക്ക് ആദ്യത്തെ ആയതുകൊണ്ട് നമുക്ക് എന്താന്ന് എല്ലാവരും പറഞ്ഞു കേട്ടാലും അറിവുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഞാൻ നേർന്നുണ്ടായിരുന്നു മാതാവിന്റെ അടുത്ത്. ഞാൻ മാതാവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഹെയർ കളയാന്നുള്ളത്. അങ്ങനെ ദേ നമ്മുടെ പാറുട്ടീനെ പഴനിയിലും അമ്മൂട്ടീനെ വേളാങ്കണ്ണിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദേ പാറുട്ടി പിന്നെ അവൾക്ക് ജസ്റ്റ് നമ്മൾ ഹെയർ ഇങ്ങനെ തിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിറയിലൊക്കെ ആകുമ്പോൾ പിടിക്കൂല. അപ്പൊ അവൾക്ക് പേടിയായിട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് കരഞ്ഞാലും അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കിയൊന്നുമില്ല. പിന്നെ ആളങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നു. വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങനെ കളയാൻ പറ്റി. അങ്ങനെ പിന്നെ നമുക്ക് അവിടെ തൈപ്പൂയത്തിന്റെ സീസൺ, അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ മുടക്കിന് പോകാന്ന് വിചാരിച്ചത്, റിപ്പബ്ലിക് ഡേയുടെ മുടക്കിന്. പക്ഷെ ആ സമയത്ത് പോകുമ്പോൾ അവിടെ തൈപ്പൂയത്തിന് തിരക്കാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിന് മുന്നത്തെ ആഴ്ചയിൽ പോയതാട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കുട്ടി ഇരിക്കുന്നുണ്ടോ, പാറുക്കുട്ടി മുട്ടക്കുട്ടിയായി. അങ്ങനെ മുടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൊഴാൻ വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടി. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ തല കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടോ ഞങ്ങള്.
ഹലോ, അപ്പൊ നമ്മള് അതെ നമ്മുടെ പഴനിമുട്ട ധരിക്കുന്നു. അപ്പൊ ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചില്ല, അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഏകദേശം 11:30 കഴിഞ്ഞുട്ടാ. ഞങ്ങൾ അമ്പലത്തിന്റെ അവിടേക്ക് പോയില്ല. ഭയങ്കര വാശി, ഭക്ഷണം കാലത്തൊന്നും കഴിക്കാത്തതായിരുന്നു. അപ്പൊ അമ്മയും അച്ഛനും ആനും കൂടിയിട്ട് പോയി മുകളിലേക്ക് പോയി തൊഴുതു. ഞങ്ങളിവിടെ താഴത്തേക്ക് പോകുന്നു. ഉണ്ണീന്റെ മുട്ടയൊക്കെ അടിച്ച് കുറിയൊക്കെ തൊട്ട് ഞങ്ങൾ അങ്ങനെ. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് നേരെ അങ്ങോട്ട് പോകണം. അതെ, ഇനി ഞങ്ങൾ ട്രാവലിംഗ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് എവിടെയാണ്. അങ്ങനെ നമ്മൾ പോണത് കൊടൈക്കനാലാണ്. അപ്പൊ കൊടൈക്കനാല് എന്താ വെച്ചാല് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ കൊടൈക്കനാൽ. അപ്പൊ പിന്നെ നമ്മളെപ്പോഴും എല്ലാവരും കൊടൈക്കനാൽ എത്താറാവണേ മുന്നേ ഒരു സ്ഥലം ഉണ്ടല്ലോ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാനും ചായ കുടിക്കാനൊക്കെ. അപ്പൊ അവിടെ നമ്മൾ ഇറങ്ങി ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിന്റെ അവിടെ എത്താൻ പോവാണ് കേട്ടോ. നമ്മുടെ കോട്ടേജിന്റെ അവിടെ നല്ല അത്യാവശ്യം നല്ല തണുപ്പും കോടയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട് കേട്ടോ. അത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്. അപ്പോൾ എന്തായാലും കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ താമസിക്കുന്ന റൂമിന്റെ ഫ്രണ്ടിലത്തെ പോർഷൻ എങ്ങനെയാണ് വരുന്നത്, നല്ലൊരു കാട് മാതിരിയാണ് തോന്നുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ കാട്ട് ജീവികൾ, അതായത് നമ്മുടെ കാട്ടുപോത്തും കാര്യങ്ങളൊക്കെ വരും പറയുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡ്രൈവർ നമ്മുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ആൾക്കുള്ള റൂമാണ്. ഇവിടെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഒരു ചെറിയ റൂം ഉണ്ട് കേട്ടോ നമ്മുടെ താമസിക്കുന്ന കോട്ടേജിൽ തന്നെ. പിന്നെ ഒരു ഹോളാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു റൂമുണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഹോളിൻ്റെ അപ്പുറത്ത് തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ നമ്മുടെ ചേട്ടൻ അനിയന് ആണ് കിടന്നത് കേട്ടോ. ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു റൂമാണ്. പിന്നെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. അതിൽ ഒരെണ്ണം ഞാനും ചേട്ടനും ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരെണ്ണം അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. അപ്പൊ നമുക്ക് നെരിപ്പോടൊക്കെ ഉണ്ട് കേട്ടോ ഓരോ റൂമിലുണ്ട്. അതായത് വലിയ റൂമുകളിൽ രണ്ടെണ്ണത്തിലും പിന്നെ ഹാളിലും ഉണ്ട് നെരിപ്പോട്. ഇത് ഒരു റൂം, പിന്നെ ഇത് അച്ഛനും അമ്മ ഇവിടെ കിടന്നതന്നെ ഇവിടെ ഒരു റൂം. രണ്ട് റൂമിനും കൂടി ഒരു ടോയ്ലറ്റ് ആട്ടോ വരുന്നത്. അത് നമ്മളിങ്ങനെ ഒരു രണ്ട് റൂമിനും കൂടിയിട്ട് ഒരു ഡോർ ഉണ്ട്, അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ചെന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയല്ലോ, ഒരു 4 മണി 5 മണിയാകുമ്പോൾ എത്തി. അപ്പം നമ്മളെല്ലാവരും പുറത്തിരുന്നിട്ട് ഇതേ കുറച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് അൺസൈക്കബിൾ ആയിരുന്നു. അങ്ങനെ അപ്പം ഇരുട്ടായപ്പോഴേക്കും വേഗം ഇരുട്ടാവണുണ്ട്, കാരണം നല്ല മഴക്കോളുള്ള മാതിരി തോന്നണേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നല്ല ഇരുട്ടായ മാതിരി ഉണ്ട്. പിന്നെ നമുക്കിതുവരെ അങ്ങനെ മഴ കിട്ടിയിട്ടില്ല കേട്ടോ, തണുപ്പും മഴയും കൂടിയിട്ട് ഇപ്രാവശ്യം അതും കിട്ടിയിട്ടോ. ഭയങ്കര അതിശയായിരുന്നു. തണുപ്പ് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി തണുപ്പായിരുന്നു, രസമായിരുന്നു കേട്ടോ. അപ്പം നല്ല അടിപൊളി കോടയാണ്, നല്ല മഞ്ഞാണ്, ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. ലൈറ്റൊക്കെ കണ്ട കോട മഞ്ഞുകൊണ്ട് ഇങ്ങനെ ബ്ലറായിട്ട് നിൽക്കണ ഭാർകുട്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് ബാർബിക്യൂ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് നടന്നില്ല. കാരണം എന്താന്ന് വെച്ചാല് ബാർബിക്യൂ പറയും മഴ പെയ്യുണ്ട്, കോട പെയ്യുണ്ട്. അപ്പൊ നമ്മള് ബാർബിക്യൂ ഉണ്ടാക്കാനായിട്ടുള്ള സംഭവം നമ്മൾ റെഡിയാക്കിയില്ലേ, ഇവിടെ എന്താ പറയാ മാറ്റി വെച്ചിട്ടുണ്ട് മാരിനേറ്റ് ചെയ്തിട്ട്. ഇത് വിറകിരിക്കുന്നുണ്ട്, പക്ഷെ മഴ മാറോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ അകത്ത് നമ്മുടെ നെരിപ്പോടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മഴ കണ്ടപ്പോൾ ചെയ്തിട്ട് മുറ്റൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കണുണ്ടോ. അപ്പോൾ ഇതേ നമ്മുടെ റൂമിൽ നെരിപ്പോട് കത്തിച്ച് വിട്ടാറുണ്ട്. തണുപ്പാണ് പുറത്ത്, അടിപൊളി തണുപ്പാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണേ. നമ്മുടെ പാറുട്ടിക്ക് അവർ കാസറോളിൽ ചോറും പരിപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ചു, പക്ഷെ അത് നിറയുണ്ട്, അതുകൊണ്ട് അവൾ കഴിച്ചില്ല. അപ്പോൾ പാറുക്കുട്ടീനെ കാണണ്ടേ, പാറുക്കുട്ടിയേ, പാറുക്കുട്ടിയേ, എടാ നമ്മുടെ കുട്ടി ഇവിടെ ഇവിടെ എല്ലാ റൂമിലും നെരിപ്പോട് കത്തിച്ചിട്ടുണ്ട്. ഇവിടെ അച്ഛമ്മയും അമ്മൂട്ടിയും കിടന്നിട്ട് ഇവിടെ ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ റൂമിൽ നെരിപ്പോട് കത്തിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കിടക്കുന്നത്. ഇവിടെ ബാത്റൂമും കൂടി ഒരുമിച്ചുള്ള കാരണം ഇവിടെ ഒരു ബാത്റൂമാണ് ഉള്ളത്. അപ്പോൾ അതേ നമ്മുടെ
ഇവിടെ നെരിപ്പോടുണ്ട്. പിന്നെ 2 റൂമിനും കൂടിയിട്ട് ഒരു ബാത്റൂം. അപ്പം നമുക്ക് ഉണ്ണീനൊക്കെ എപ്പോഴും കഴുകിക്കാൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണ്ടല്ലോ. അപ്പം ഞങ്ങൾ അതുപോലെ ബാത്റൂം ഉള്ള റൂമിലാണ് കിടക്കണേ. പിന്നെ അവർക്ക് പിന്നെ അവിടെ നിന്ന് കിടക്കല്ലേ വേണ്ടു, ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് കിടക്കല്ലേ വേണ്ടു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ അച്ഛനും അമ്മയും, പിന്നെ ഇവിടെ റൂമുണ്ട്, അവിടെ അനു കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അവർക്ക് ഉള്ള റൂം ഇവിടെ വേറെയുണ്ട്. ഇവിടെ തന്നെയാണ് കേട്ടോ ആ ചേട്ടനെ ഇവിടെ തന്നെയാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതേ കാണണ്ടേ, അമ്മയും പാറക്കുട്ടി എന്റെ മുട്ടക്കുട്ടീനെ ഇഷ്ടപ്പെട്ടോ ചോക്കി? എന്റെ മുട്ടക്കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? എന്റെ മുട്ടക്കുട്ടീനെ ഇഷ്ടപ്പെട്ടോ? എന്റെ മുട്ടത്തല്ല കുട്ടീനെ. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, പാറുട്ടീന്റെ തലയുടെ ബാക്കിൽ ഒരു മറുക് ഞങ്ങൾ ഇപ്പോഴാണ് കണ്ണ മുടി വടിച്ചപ്പോൾ ഞാൻ ഇവിടെ എവിടെയും കാണിച്ചു തരാം കേട്ടോ. ഞാനത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. മറുക് അങ്ങനെ കാണാൻ പറ്റാത്തടുത്ത് മറുക് വരുന്നത് ഭാഗ്യാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ. അങ്ങനെ അപ്പോൾ അതേ പാർക്കുട്ടി ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കണം. അപ്പം നമുക്കിവിടെ ചപ്പാത്തി, ചിക്കൻ കറി, പിന്നെ നമ്മൾ ഗ്രിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഗ്രിൽഡ് മീൻസ് ബാർബിക്യൂ. അപ്പോൾ അതുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ കാണിച്ചു തരാം. ഹലോ, അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഭയങ്കര തണുപ്പിട്ടാ, കാണില്ലേ അപ്പൊ ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തണുപ്പുണ്ട്. അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിച്ചു, എല്ലാരും കൂടിയിട്ട് അങ്ങനെ എടുത്ത് കഴിച്ചു. ഇതേ പാറുട്ടി ഉറങ്ങാൻ വേണ്ടിട്ട് റെഡിയാണ്. അപ്പൊ ഞാനും സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ വിട്ടു പോയിരുന്നല്ലോ. എന്താ വെച്ചാൽ ഒരു ദിവസം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ മറന്നുപോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുരുന്നറിയും. എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്യണതല്ലേ. ഇങ്ങോട്ട് വാ പാർട്ടി, ഇങ്ങോട്ട് വായോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നാളെ കാണാം. ഓക്കെ, കിടക്കട്ടെ കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ കാലത്ത് തന്നെ നമുക്കൊരാളോടെ വന്നിട്ടുണ്ട് കാണാനായിട്ട്. 2 അതിഥികൾ. എവിടെ? കാട്ടുപോത്ത്. കാട്ടുപോത്ത് നിൽക്കുന്നു. 5-6 ആൾ വരാനുള്ളതാ. ഇന്നലെ 21 പാറോ മൊട്ടേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷയില്ല തണുപ്പ്. ഞങ്ങൾ ഫ്രഷായി, പല്ലൊക്കെ തേച്ച് ഫ്രഷായി. അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷേ എന്താ പറയുക, പിന്നെ ഇറങ്ങലും കളിക്കലൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അത് അങ്ങനെ തഴുവിയായിട്ട് കിടക്കണം. ഈ നേരം വരെ ഓടിച്ചൊന്നും കണ്ടില്ല. ഇപ്പൊ അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് അടിക്കണം. ഫുഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചപ്പാത്തി. ഇന്നലെ നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചതിൽ കുറച്ചെണ്ണം ബാക്കിയുണ്ട്, കറിയുണ്ട്. അതിനവിടെ ഒരു സുഖമില്ല. അവിടെ എനിക്ക് തോന്നുന്നു അവര് ഉപയോഗിക്കില്ല തോന്നുന്നുണ്ട്. അകത്ത് അവിടെ ഇവിടെ. പിന്നെ അമ്മൂഞ്ഞ് എന്തായാലും ഇറങ്ങില്ല, കാരണം അമ്മൂന്റെ കാലം വന്നൊരു അട്ടനെ കിട്ടി. ഇവിടെ ആകെ ലകളായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടില്ല, ഞാൻ പല്ലേക്കാൻ പോയി. പറഞ്ഞോളൂ ഒരെണ്ണത്തിന് കാണിച്ചു തരുന്നത് പൊന്തി വന്നിട്ടുള്ളത്. അപ്പം നമുക്കിത് കോഫി വന്നിട്ടുണ്ട്, ഷുഗർ ഇവിടെ ഉണ്ട്, കപ്പുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഫുഡ് ഇവരിങ്ങനെയാണ് കൊണ്ടുവന്നുതരാം കേട്ടോ. ഇത് വന്നിട്ട് ദോശയാണ്, ദോശയുണ്ട്. പിന്നെ ഒക്കെ ചട്നി ഉണ്ട്. പിന്നെന്താ സാമ്പാറാവും. ഇത് സാമ്പാർ. പിന്നെ പ്ലേറ്റുകളുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ഇന്നലത്തെ കറി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ചൂടാക്കണം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇറങ്ങാനായിട്ട് കാണാനൊക്കെ. അങ്ങനെ ദേ ഞാനും അമ്മുക്കുട്ടിയും കൂടി ഡ്രസ്സ് മാറി. ഉണ്ണീനെ ആദ്യം തന്നെ മാറ്റി ചമ്മയുടെ കൊടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ ഒരേപോലത്തെ 2 ഡ്രസ്സ് ഞങ്ങൾ എടുത്തിരുന്നു 2 ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ. അപ്പം ഞാൻ ആദ്യം തന്നെ അപ്പം ഇട്ട് നോക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് പിന്നെ കൊണ്ടുപോയത്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞത്. അത് നിങ്ങളൊന്ന് കണ്ടുനോക്കിയിട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ചർച്ചിൻ്റെ മുന്നിലാട്ടോ. നമ്മൾ താമസിക്കുന്നതിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഈ ഒരു ചർച്ച് നിങ്ങൾ ഏതെങ്കിലും സിനിമയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഗസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത് പോയിട്ട് കാണാം. എന്താ ചർച്ച് നോക്കിയിട്ട് വരാം.
ഇവിടെ പള്ളിയിലാരും മൂടിപ്പൊളിച്ച് കിടക്കണ്ടല്ലോ എന്നുള്ള ഡയലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയെങ്കിലും. ഏത് സിനിമയിലാന്നുള്ളത് ഗസ് ചെയ്യട്ടോ. രണ്ടുപേരെ കിടക്കണ്ടായിരുന്നു, ഇപ്പോൾ ഒരാളുള്ളൂ ഏറ്റവും ആദ്യം ആക്ട് ചെയ്തത്. അപ്പൊ ഈ പള്ളി ഓർമ്മയുണ്ട് എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോമൻസ് സിനിമയിൽ ആ ഫസ്റ്റ് കാണിക്കുന്ന സീനിലത്തെ പള്ളിയിൽ 1906 ഉണ്ടായിട്ടുള്ളത് 120 വർഷം 1900 എഴുതിയിട്ടുണ്ട്. സംഭവം അറിയില്ല. എന്തായാലും ഒരു 120 വർഷം എന്തായാലും പഴക്കമുണ്ട് ആ കല്ലൊക്കെ വെച്ചിട്ടുണ്ടായി. റോമൻസ് ഫിലിമിലെ ഫസ്റ്റ് സീൻ ഉണ്ടല്ലോ, നമ്മുടെ ബിജു മേനോനും അതുപോലെ കുഞ്ചഗോപനും വന്ന് കെടുക്കണ ആ ഒരു സീൻ. ആ ഒരു സീനിലത്തെ ആ ഒരു ഫ്രണ്ട് പോർഷനാണ് ഈ ഒരു പള്ളിയിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അവർ പറഞ്ഞു ഇതിന്റെ പ്രോപ്പർട്ടിയിലാണ് നമ്മൾ താമസിക്കുന്ന ആ ഒരു വില്ലുള്ളത്. അപ്പോൾ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പഴയ ഒരു പുരാതന ടച്ചൊക്കെ നമുക്ക് ഈ ഒരു പള്ളിയിൽ വരുമ്പോൾ തന്നെ കാണും. പിന്നെ ഒരു ബെല്ലുണ്ട് അവിടെ, വലിയൊരു ബെല്ല്. പക്ഷെ സിനിമയിൽ കാണുന്ന ബെല്ലല്ല കേട്ടോ. അതെന്നിട്ടാന്നറിയോ പണി തുടങ്ങിയിട്ടുള്ളത് അവസാനിച്ചതാവും. ആ അതിന്റെ മുകളിൽ കയറണേ. പാർട്ടി ടാറ്റന്ന് പാർട്ടിയെ ടാറ്റാ ടാറ്റാ ടാറ്റാ. ഓ ഇത് ഗൗരവം നോക്കിയാണ് പാർട്ടി. ഗൗരവം പിടിച്ച് കാണും. അവർ ഫ്ലൈങ്സ് വന്നില്ല. അപ്പൊ നമ്മൾ റോമൻസ് ഫിലിം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ഒരു പള്ളിയിൽ വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കണത്. പിന്നെ നമ്മുടെ ബിജുമേനോൻ തലറിഞ്ഞു വേണ്ടിയിൽ വായിക്കാൻ പറയുമ്പോൾ അങ്ങനത്തെ കുറെ സംഭവം ഉണ്ടായതൊക്കെ ഈ പള്ളിയിലായിരുന്നു ഷൂട്ട് ചെയ്തിട്ട്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ ഉള്ളൂ, പിന്നെ വേറെ ഭാഗങ്ങളൊക്കെ പല സ്ഥലങ്ങളായിട്ട് എടുത്തിട്ടുള്ളത്. പക്ഷെ മെയിൻ ആയിട്ട് അവർ ആദ്യത്തെ ഇൻട്രോ, ആ ഒരു പള്ളിയിൽ വെച്ച് ഇൻട്രോ അതൊക്കെ ഇവിടെ വെച്ചിട്ട് എടുത്തായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആ ഒരു കപ്പിയാരുണ്ടല്ലോ, ആൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങള് റോസ് ഗാർഡനിലാണ് പോയത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ ഏതാണ് എന്താണ്, നമുക്ക് എപ്പോഴും കാണുന്നതാണ് നമ്മൾ ഓരോ സ്ഥലങ്ങള്. ഓടി പോയ അങ്ങനെ തന്നെ പോരട്ടെ. ചിരിച്ചേ ചിരിയൊന്നുമില്ല, ഗൗരവമാണല്ലോ ഭയങ്കര. വന്നേ മതി. അമ്മേനെ നോക്ക്, തല മുട്ടട്ടലടി നോക്കി ഇങ്ങോട്ട് നോക്കി. ആ പാറുകുട്ടി പിന്നെ നല്ല അടിപൊളി കോടയാട്ടോ. കോട ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും കോടയാണ്. നല്ല കിടുകിട്ടാന്ന് വിറക്കണതാണ്. ഇപ്പം നല്ല സീസണാണ് ഇപ്പോ. അങ്ങനെ നമ്മള് ഗുണ കേവിൽ ചെന്നപ്പോ പാറുട്ടിക്ക് എടുക്കാൻ ഇഷ്ടമില്ല, നടക്കണം. എല്ലാവരും നടക്കുമ്പോഴേ, എന്നിട്ട് അവളിതേ എങ്ങനെ നടന്നു പോയപ്പോ എല്ലാരും അവളെ നോക്കാൻ ഇത്രയും ചെറിയ ക്ലാവി തണുപ്പത്തേക്ക് നടക്കണമ്പോഴേ എല്ലാരും നോക്കായിരുന്നു. ഹലോ, അപ്പൊ നമ്മളിതേ രാത്രി ആയിട്ടാ. അപ്പൊ എനിക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാല് ഞങ്ങള് കുറെ സ്ഥലത്തേക്കൊക്കെ പോയി. നമ്മള് ഓൾറെഡി കാണുന്നതല്ലേ ഗുണാക്കേവ്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ വാലി, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി. ഞങ്ങള് ഇതേ പാറുട്ടിക്ക് പുതിയ സെറ്റർ മേടിച്ചു. അങ്ങനെ ഞങ്ങളിതേ ഇന്നും നമ്മുടെ മുന്നിൽ നല്ല താമസിച്ചില്ല, അവിടെ തന്നെ എത്തി. അപ്പൊ ഇന്ന് നമ്മള് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ മഴ പെയ്തു, ഇന്ന് മഴയില്ല. പക്ഷെ ഇവിടുത്തെ വെള്ളമൊന്നും മാറിയിട്ടില്ല കേട്ടോ, കാരണം മുറ്റത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പാർട്ടിനെ നോക്കി സുന്ദരിയായി വെച്ച് ഒച്ചപ്പൂ തോമ വന്നു. അപ്പൊ
അപ്പൊ ഞങ്ങളങ്ങനെ എന്താ പറയാ ഇന്ന് മട്ടൻ കൊണ്ടാണ് ക്യാമ്പ് ഫയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളത് വേവിക്കാൻ വേണ്ടിട്ട് സംശയത്തിലാണ് പുറമെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടുമോ കിട്ടില്ലേ, അതുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് ഇട്ടാലോ എന്ന് ആലോചിക്കുന്നു. പിന്നെ റൂം ചൂടാവും. രണ്ടുണ്ട കാര്യം. അങ്ങനെ അപ്പൊ നമ്മള് ഇവിടത്തെ ചേട്ടൻ്റെ നമ്മൾ കുക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മള് മട്ടൻ നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ വേവില്ല പെട്ടെന്നൊന്നും. അപ്പൊ അതുകൊണ്ട് അവരെ കൊടുത്തിട്ടുണ്ട്. ഹാഫ് ആയിട്ട് നമ്മള് വേവിക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഗ്രില്ലടിക്കും. അതാണ് നമ്മൾ ചെയ്യാൻ പോണേ. അപ്പൊ ഇനി നമ്മുടെ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാരായി. വീക്കെൻഡ് അല്ലേ, അതുകൊണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആളുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെക്കാട്ടും നല്ല തണുപ്പാണ്. നല്ല തണുപ്പാ. കോട സീസൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് വിജൃംഭിച്ച് നിൽക്കണം. അതെ. അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇനി മട്ടൻ വന്നിട്ട് നമ്മുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാട്ടാ. ഞങ്ങൾ പുതിയ ഞാൻ പറഞ്ഞു പാറക്കുട്ടി നടക്കണത് ഫോട്ടെടുക്ക്. അച്ഛൻ്റെ സീൻ വരുന്നു. ഫോൺ കിട്ടാനോ തോണ്ടായി. നീ വാവനെ വിളിക്കണ്ടല്ലോ. പാറക്കുട്ടി പോയ അങ്ങനെ നമ്മളിതേ നമ്മുടെ മട്ടൻ കൊണ്ടുവന്നിട്ട് നമ്മളിതേ ഇവിടെ ഇങ്ങനെ ഒന്നും കൂടി നമ്മളൊന്ന് വറ്റിച്ചു കേട്ടോ. നമ്മുടെ കുക്ക് നമുക്കൊന്ന് പകുതി വേവിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇത് കൊടുക്കുന്നുണ്ടാവും, ഇലക്ട്രിക് കുക്കർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും കൂടി വേവിച്ചിട്ട് പിന്നെ അതിനെ നമ്മൾ ഗ്രിൽഡ് ചെയ്തു. അതായത് നമ്മളിങ്ങനെ എന്താ പറയുക ചുട്ടു. അങ്ങനെ അതേ സംഭവം റെഡിയായി. പിന്നെ നമുക്ക് ചപ്പാത്തി ചിക്കൻ കറിയും വേറെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇതേ ഫുഡ് കഴിക്കുകയാണ്. നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒന്നാന്തരം തണുപ്പാട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ അതേ പാറക്കുട്ടി ഉറങ്ങണം. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ സംസാരിക്കാൻ പോയില്ല. ജസ്റ്റ് എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിച്ച് പാറക്കുട്ടി നല്ല തണുപ്പായി തന്നെ വേഗം ഉറങ്ങി. അങ്ങനെ അപ്പോൾ അമ്മൂന് ഉറക്കം വന്നിട്ട് പാടില്ല. അപ്പോൾ ഇതേ നമ്മൾ കിടക്കാൻ പോവാണ്. നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്യും. അപ്പോൾ നാളത്തെ വിശേഷങ്ങളും കൂടി ഉണ്ട് നമ്മുടെ വീഡിയോയിൽ. ഒരൊറ്റ വീഡിയോ ആയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം കേട്ടോ. ഞങ്ങളതേ കിടക്കാൻ പോവാണേ. ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ 3-ാമത്തെ ദിവസമാണ്. അതായത് നമ്മളിന്ന് വെക്കേറ്റ് ചെയ്യും. അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പാൽപ്പൊടിയും കാപ്പിപ്പൊടി കൊണ്ടുവരുന്നു. അപ്പോൾ ഞങ്ങൾ കാപ്പി ഉണ്ടാക്കി ഇവിടെ നിന്ന് വരുന്നേക്കാളും എണീറ്റിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മളിന്ന് വെക്കേറ്റ് ചെയ്യണം. നേരെ മൂന്നാർക്ക്. എന്റെ കുട്ടീനെ പോയി ഓടി കൊടുത്തിയ ഇതാ കുട്ടി മാമൂ. അപ്പൊ നമ്മുടെ പാറക്കുട്ടിയാണ് ആ നിക്കണത്. അപ്പോൾ നമ്മൾ പോവാട്ടോ. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്തു. ഇനി നമ്മൾ ലേക്കിലും കൂടെ ഒന്ന് പോകണം. അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. അപ്പോൾ അവിടെ പോയിട്ട് അങ്ങനെയാണ് പോകാമെന്ന് വിചാരിച്ചു. ടാടാ. അപ്പം ഞാൻ അമ്മൂന്ന് ഒരേപോലെ കേട്ടോ. ഞങ്ങൾ രണ്ടുപേർക്കും ഒരേപോലെ ഡ്രസ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇറങ്ങാം. പിന്നെ നമ്മൾ ലേക്കിലാണ് പോയത്. ലേക്കിൽ കുറച്ച് നേരം ബോട്ടിങ് ചെയ്തു. പിന്നെ നമ്മൾ അത്യാവശ്യം ഇന്നലെ സ്ഥലങ്ങളൊക്കെ കണ്ടത് കാരണം പിന്നെ നമുക്ക് തിരിച്ചു പോകണമല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് നമ്മൾ ജസ്റ്റ് പിന്നെ വേറെ ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ ലേക്കിൽ കുറച്ച് നേരം ഇങ്ങനെ ആട്ടങ്ങിറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാറുട്ടിരുന്ന ചേട്ടൻ ആദ്യമായിട്ട് ഇതേ കുതിരപ്പുറത്ത് കൊണ്ടുപോയിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുതിരപ്പുറത്ത് പോകണം എന്നുള്ളത് ചേട്ടനാണെങ്കിലും അമ്മൂട്ടിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് പോകാറുണ്ട്. അത് നമ്മൾ മുന്നത്തെ നമ്മുടെ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ പാറുട്ടി തുള്ളിച്ചാടി പോകണു. പാറുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്, കരഞ്ഞൊന്നുമില്ല. അതുപോലെ അമ്മവും പോയിട്ടാണ്. എന്നെ കുറേ നിർബന്ധിക്കും. പക്ഷെ എനിക്കിങ്ങനെ ഈ കുതിര തുള്ളിച്ചാടി പോകണം കാരണം ഇങ്ങനെ ചാടി പോകുമ്പോൾ എനിക്ക് അതൊക്കെയാണ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പോകാറില്ല കേട്ടോ. ഇഷ്ടം ഇല്ല. ഇനിയിപ്പോൾ പോകുമെന്നറിയില്ല. പക്ഷെ ഇപ്പം ഈ അടുത്തുനിന്നായിട്ട് ഞാൻ അങ്ങനെ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഇവർക്കൊരു നിർബന്ധമുണ്ട്. ഏത് കുതിരയാണോ കയറിയെന്ന് വെച്ചാൽ അതിന് ഫുഡ് വാങ്ങി കൊടുക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചോളം മേടിച്ചിട്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് 2 കുതിരയ്ക്കും കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ വേറെ എന്താ ചെയ്തത്, വേറെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്തില്ല. അപ്പോഴേക്കും ഏകദേശം സമയം അതിനിടയിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ പേര് നമ്മൾ കണ്ടിരുന്നു. അതിനിടയിൽ നമ്മൾ ചോക്ലേറ്റ് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചേച്ചിമാർക്കും വീട്ടിലേക്കൊക്കെ.
പിന്നെ കുറേ അധികം പേര് കണ്ടു കേട്ടോ, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ദേ വൈകുന്നേരം ആയി തുടങ്ങി, നല്ല കോടയൊക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോരുമ്പോൾ തന്നെ നല്ല കോടയുടെ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു, മീൽസ് ആട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മൾ തിരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ മുട്ട പാറുക്കുട്ടീനെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല ഇരുട്ടായി തുടങ്ങി. പാറുക്കുട്ടി അമ്മയുടെ കയ്യിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനും ചേട്ടനും അമ്മുവാണ് ബാക്കിലിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.